എൻ്റെ ചോദ്യം FIR നമ്പറുണ്ടോ? ഈ പ്രൊഫൈൽ പിക്ചർ ഇട്ട് ദിവസങ്ങളോളം ഇത് പ്രചരിപ്പിച്ച മുൻ MLA പ്രതിയാക്കിയിട്ടുണ്ടോ? KK ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയമസഭയിൽ വായിച്ച് മന്ത്രി MB രാജേഷിന്റെ മറുപടി. എന്തൊരു വർഗീയതയാണോ ഇത്? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ നാട് നിലനിൽക്കണ്ടേ? ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത്. ഇത് വർഗീയത പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണോ അതോ അതിനെതിരായിട്ടുള്ള പോസ്റ്റാണോ? ലതികയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ എന്ന് പ്രതിപക്ഷത്ത് നിന്ന് ആവർത്തിച്ചുള്ള ചോദ്യം. കാഫിർ പ്രയോഗം നടത്തിയെന്ന മുൻ MLA കുറ്റ്യാടി MLA KK ലതിക ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ഏത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്? അവര് വർഗീയ പ്രചരണത്തിനെതിരായിട്ടാണ് കുറിപ്പിട്ടിട്ടുള്ളത്. അതിനിടെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ ID വിവാദം ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ച് ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ശ്രമിച്ചത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ഇതോടെ ഭരണ പ്രതിപക്ഷ ബഹളം. സമയം കളയണ്ട, അങ്ങ് പറഞ്ഞോ. ചോദ്യോത്തരവേളയെ ദുരുപയോഗപ്പെടുത്താൻ മന്ത്രിയും ഭരണപക്ഷാംഗങ്ങളും ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ, ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനഃപൂർവ്വം 3-4 ഭരണകക്ഷി അംഗങ്ങൾ ഇതുമായി ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. P ജയരാജൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ DYFI മുൻ നേതാവിന്റെ ആരോപണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. ചട്ടപ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാൻ കഴിയില്ലെന്ന് സ്പീക്കർ. ശ്രീ സണ്ണി ജോസഫും മറ്റംഗങ്ങളും ചേർന്ന് ഇന്നിവിടെ നൽകിയിട്ടുള്ള നോട്ടീസിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാന്റെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള നടപടികളെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടം 52 ക്ലോസ് 5 പ്രകാരം നോട്ടീസ് നിരസിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ചർച്ച ചെയ്യാൻ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സാർ, ഇതിൽ സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ മയക്കുമരുന്ന് വരെയുള്ള സംഭവങ്ങളുണ്ട്. ആ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യാൻ അനുമതി തരാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യും. മുഖ്യമന്ത്രി തിരികെ എത്തിയ ശേഷം അടുത്തയാഴ്ച വീണ്ടും സഭയിൽ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.